ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. വീണ ടിയുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഓഫീസ് കോഴിക്കോട് ഞങ്ങൾ കണ്ടെത്തി. പന്തീരാങ്കാവിലാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുവരെ അങ്ങനെ ഒരു ഓഫീസ് ഇല്ല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ കണ്ടെത്തിയ ഓഫീസിന്റെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. കമ്പനി വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതി ഒട്ടിച്ച നിലയിലാണ്. ഓഫീസ് മുറി അടഞ്ഞു കിടക്കുന്നു. ഡോക്ടർ അനീസിന്റെ പേരിലാണ് മുറി വാടകയ്ക്ക് എടുത്തത്. സിനോയ് തോമസ് സ്ഥലത്തുണ്ട്. സിനോയ് തോമസ്, വെരി ഗുഡ് മോർണിംഗ്. സിനോയ് തോമസ്, ഇതൊരു ഷെൽ കമ്പനിയാണ് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആരോപണങ്ങളല്ല, നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴും ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നിരന്തരം വന്ന് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണോ അതോ അടഞ്ഞു കിടക്കുന്ന ഓഫീസാണോ? കുറച്ച് കാലങ്ങളായിട്ട് ഈ ഓഫീസ് തുറന്നിട്ടില്ലേ? ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? എവിടെയാണ് ഈ ഓഫീസ്? ഇത് തന്നെയാണോ? ഉറപ്പിക്കാമോ? ഹരികുമാർ, അതായത് നിലവിലെ വിലാസപ്രകാരം ഇത് തന്നെയാണ് ഓഫീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് കോഴിക്കോട് ദേശീയപാത ബൈപ്പാസ്. ആ ബൈപ്പാസിൽ നിന്ന് 200 മീറ്റർ അകത്തോട്ട് മണക്കടവ് റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റോഡിന് ഇടതുവശത്ത് ഒരു 3 നില കെട്ടിടം കാണാം. ഈ കെട്ടിടത്തിൽ നിലവിൽ ഒരു ഓഫീസും ഇതുവരെ തുറന്നിട്ടില്ല. മറ്റു ഓഫീസുകളൊക്കെ തന്നെ ഉണ്ട്. ഇതിൻ്റെ 1 നിലയിലാണ് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറഞ്ഞ ഓഫീസ് ഉള്ളത്. നമുക്ക് അവിടേക്കൊന്ന് കയറി നോക്കാം. ആ കെട്ടിടവും ഓഫീസ് മുറിയും അടഞ്ഞു കിടക്കുകയാണ്. അതായത് കെട്ടിടത്തിൻ്റെ ഉടമ പറയുന്നത് 3 വർഷം മുൻപ്, അതായത് 2023 ഈ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത്. ഡോക്ടർ അനീസാണ്, കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അനീസാണ് ഇത് വാടകയ്ക്ക് എടുക്കുന്നത്. സ്റ്റെപ്പുകൾ നോക്കിയാൽ കാണാം, പതിവായ ആളുകൾ കയറുന്ന സ്റ്റെപ്പുകളല്ല, നിറച്ചും പൊടിയും ചിലന്തികളൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റെപ്പുകളാണ്. അതായത് ഇവിടെയുള്ള ആൾ പറയുന്നത് വല്ലപ്പോഴും ചില ആളുകൾ വന്നു പോകുന്നത് കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അതായത് ഡോക്ടർ അനീസ് വാടകയ്ക്ക് എടുക്കുന്നു, വാടക പുതുക്കിയിരുന്നു എന്ന് പറയുന്നു. ഇത് ടി വീണയും ഡോക്ടർ അനീസുമാണ് ഈ കമ്പനിയുടെ പാർട്ണർമാരെന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ ലേക്കർ ഇന്ത്യ കോർപ്പ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതായത് കമ്പനിയുടെ പേര് പുറത്ത് എവിടെയും വലിയ ബോർഡായിട്ട് എഴുതിയിട്ടില്ല, പകരം ഒരു വെള്ള പേപ്പറിൽ എഴുതി ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ഷട്ടർ മുറിയുണ്ട്. ഇതാണ് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിക്കാമോ സിനോജെ? ഏതായാലും ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കുറിച്ച് വേറെ ഒരിടത്തും നമ്മൾ തെരഞ്ഞെടുത്ത് വലിയ വിവരമൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹരികുമാർ, ലേക്കർ ഇന്ത്യ കോർപ്പ്, ഫസ്റ്റ് ഫ്ലോർ, ബൈത്തുൽ മുബാറക് ബിൽഡിംഗ്, ഡോർ നമ്പർ OP, വിലാസമാണ്. GST നമ്പറും ഉണ്ട് ഹരികുമാർ. ഓ, GST അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ അതിൻ്റെ ഇതൊന്ന് കാണിക്കൂ. നമ്മുടെ ഷട്ടർ അടുത്ത കാലത്തെക്കാളും തുറന്നിട്ടുണ്ടോ അതോ ഷട്ടർ പൊടി പിടിച്ച് കിടക്കുകയാണോ? ഹരികുമാർ, ഷട്ടർ ഇടയ്ക്ക് തുറക്കാറുണ്ട്. അതിൻ്റെ പൂട്ട് നിലവിൽ പൂട്ടി തന്നെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ പുറത്തൊക്കെ തന്നെ നല്ല പൊടിപടലമുണ്ട്. അതായത് കാൽപെരുമാറ്റം കുറവുള്ള ഒരു ഓഫീസ് പോലെയാണ് തോന്നുന്നത്. ഏതായാലും വല്ലപ്പോഴും വന്ന ആളുകൾ വന്ന് കയറാറുണ്ടെന്ന് ഇതിൻ്റെ ഉടമ പറയുന്നു. ഏതായാലും 2 മുറി തൊട്ടടുത്തുണ്ട്, 2ഉം പൂട്ടി കിടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ വിവരങ്ങൾ മുഹമ്മദ് റിയാസ് നൽകുകയും ചെയ്തിരുന്നു. ഹരികുമാർ, ഈ സിനോജ്, നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ എന്ത് കച്ചവടമാണ് നടന്നിരുന്നത്? ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ കച്ചവടമാണോ നടന്നിരുന്നത്? ഹരികുമാർ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ വാടകയ്ക്ക് കൊടുത്ത ആളുകൾക്കോ തൊട്ടടുത്ത ആളുകൾക്കോ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഏതായാലും ഡോക്ടറാണ് ഇത് വാടകയ്ക്ക് എടുത്തെന്ന് പറയുന്നു. ടി വീണയാണ് ഇതിൻ്റെ പ്രധാന പാർട്ണർ എന്ന് പറയുന്നത്. അതായത് 10,94,000 രൂപ വീണ ഇതിൽ നിക്ഷേപിച്ചെന്നും കഴിഞ്ഞ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. മറ്റു വിവരങ്ങൾ ഇതിൻ്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ സമീപത്തെ കടകളിലുള്ളവർക്കൊന്നും തന്നെ അറിയില്ല. ഏതായാലും ഈ കെട്ടിടം നിലവിൽ അടഞ്ഞു കിടക്കുകയാണ്. ഹരികുമാർ, ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ കെട്ടിടം അവിടെ അടഞ്ഞു കിടക്കുന്നു. ഇതാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ. 10,94,000 രൂപയാണ് മുഹമ്മദ് റിയാസ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചത്. എന്താണ് ഇവിടുത്തെ കച്ചവടം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. മെഡിക്കലുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വെൽനസ് സെൻ്റർ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഉപകരണങ്ങൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ലാഭമാണെങ്കിലും അവിടെ ഒരു ആൾപെരുമാറ്റമൊക്കെ വേണ്ടതാണ്. നിലവിൽ അങ്ങനെ ആൾപെരുമാറ്റമൊന്നും ആ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല അവിടെ ആളുകൾ വന്നു പോകുന്നതിന് ലക്ഷണവുമില്ല. ആ പടിക്കെട്ടിലാകെ പൊടി കിടക്കുന്നു, ആ കെട്ടിടത്തിൻ്റെ മുമ്പിലും ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ. ഇതാണ് എക്സാലോജിക്ക് കൂടാതെ വീണ ടിക്ക് നിക്ഷേപമുള്ള 2ാമത്തെ പ്രധാനപ്പെട്ട സ്ഥാപനം. യഥാർത്ഥത്തിൽ അതിൻ്റെ കിടപ്പൊക്കെ കണ്ടിട്ട് ഒരു ഷെൽ കമ്പനിയുടെ ഒരു സ്വഭാവ സവിശേഷതയുണ്ട് അല്ലേ? അടുത്ത കാലത്തൊന്നും അത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഡോക്ടർ അനീസിൻ്റെ പേരിലാണ് ഈ മുറി എടുത്തിരിക്കുന്നത്. സിനോജ്, ഇനി ഡോക്ടർ അനീസിനെ ഒന്ന് സിനോയ് തോമസെ കണ്ടെത്തണം. എന്നിട്ട് ഈ ഡോക്ടർ അനീസിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. അത് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാമല്ലോ. ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. അപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നു, താങ്കൾ ചില കള്ളങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുന്നു. ഞാനെന്ത് കള്ളത്തരമാണ് പറഞ്ഞത്? നേരിട്ട് നമ്മുടെ സിനോയ് തോമസ് അവിടെ പോയിട്ട് കണ്ട കാര്യങ്ങളില്ലേ, കണ്ട കാര്യങ്ങളാണ് പറയുക. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ അത് പറയാൻ എന്നെ കിട്ടൂല എന്ന് മാത്രം.